ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ HSTക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും അല്ലേ നിങ്ങൾ? ഈ അടുത്ത് HST മാത്തമാറ്റിക്സിൻ്റെ ഒരു പരീക്ഷ നടന്നായിരുന്നു. കേരള PSC നടത്തിയ പരീക്ഷ. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം അറിഞ്ഞോളൂ. 705/2023 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ നടന്ന ഒരു HST മാത്തമാറ്റിക്സ് പരീക്ഷയാണ്. മലയാള മീഡിയം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ HST എക്സാമിൻ്റെ മാതൃകയിലുള്ള എക്സാം തന്നെയായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു എക്സാമിന് ചോദിച്ച സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ രീതിക്കാണ് അവരവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 15 കിലോമീറ്റർ വേഗതയിലും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 10 കിലോമീറ്റർ വേഗതയിലും സൈക്കിളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശരാശരി വേഗത എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 12.5, 12, 14, 13. ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വേഗതയുടെ ശരാശരി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഹാർമോണിക് മീൻ എന്താണെന്നറിഞ്ഞാൽ ഈ ചോദ്യത്തിന് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? എന്താണ് ഹാർമോണിക് മീൻ? രണ്ട് വേഗത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എയും ബിയും ആണെങ്കിൽ അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 15 കിലോമീറ്റർ വേഗതയിൽ. അപ്പോൾ എ എന്ന് പറയുന്ന വേഗത 15 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 15 കിലോമീറ്റർ. അതുപോലെ തിരിച്ച് അതേ ദൂരം തന്നെ അല്ലേ? സെയിം ഡിസ്റ്റൻസ് തന്നെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് 10 കിലോമീറ്റർ ആണെന്നും പറയുന്നുണ്ട്. 10 കിലോമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി വേഗത കാണാൻ നമുക്ക് ഹാർമോണിക് മീൻ ഉപയോഗിക്കാം. ഹാർമോണിക് മീൻ ഉപയോഗിക്കുമ്പോൾ 2AB/A+B എന്നാണ് ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 × 15 × 10 / 15 + 10 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ 2 × 15 × 10 / ഇവിടെ 25 എന്ന് വരും. കട്ട് ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ ഇവിടെ 12 അല്ലേ? 12 ആണ് ഇവിടെ നമുക്ക് ശരാശരി വേഗതയായിട്ട് കിട്ടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 100 വിലകളുടെ ആപേക്ഷിക ആവൃത്തി പട്ടിക റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിച്ചു. അതിൽ 5ാമത്തെ വിലയുടെ ആപേക്ഷിക ആവൃത്തി 0.1 ആയാൽ അതിൻ്റെ ആവൃത്തി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് അവർ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രീക്വൻസി ടേബിളുകൾ പഠിക്കാനായിട്ട് അല്ലേ? ഫ്രീക്വൻസി ടേബിൾ, റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്, ശതമാനാവർത്തി പട്ടിക, പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കി പോവേണ്ട കാര്യങ്ങളാണ്. അതിലെ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അഥവാ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആപേക്ഷിക ആവൃത്തി പട്ടിക അല്ലേ? അവിടെ 100 വിലകളുടെ ആപേക്ഷിക ആവൃത്തി പട്ടികയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ എണ്ണമാണ് എടുക്കേണ്ടത്. ടോട്ടൽ എണ്ണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ഈ ഒരു ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. ഏതിലെയാണ്? 5ാമത്തെ വിലയുടെ ആപേക്ഷിക ആവൃത്തിയാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 5ാമത്തെ വിലയുടെ ആപേക്ഷിക ആവൃത്തി 0.1 ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഫ്രീക്വൻസി ഓഫ് 5th ഐറ്റം, ഫ്രീക്വൻസി ഓഫ് 5ാമത്തെ ഐറ്റം, 5th ഐറ്റം ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ
100 വിലകളുടെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 5th ഐറ്റത്തിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഓഫ് 5th എന്ന് പറയുന്നത് എന്താ വരിക? 0.1 × 100 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 10 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്. 10 ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷനിൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് 10. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അവിടെ നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നിവയാ പഠിക്കുക. അവിടെ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത് നോക്കൂ, ഫ്രീക്വൻസി ടേബിൾസ് നമ്മുടെ സിലബസിലുണ്ട്. അതിനകത്തുള്ള റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ PSC ഇങ്ങനെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ കുറച്ച് നല്ല പ്രസ്താവന ചോദ്യങ്ങളും അല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ചോദിക്കുന്നത്. സോ നമ്മൾ മാത്സ് പഠിക്കുന്ന ആൾക്കാർ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ഈ പ്രസ്താവന ചോദ്യമൊക്കെ ചെയ്യുക എന്നോർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കൃത്യമായി എല്ലാ പ്രോപ്പർട്ടീസും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വായിച്ചു നോക്കാം. വലിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. ഇവിടെ നോക്കൂ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. എടാ, തെറ്റായ പ്രസ്താവനയും ശരിയായ പ്രസ്താവനയും ചോദിക്കും. നിങ്ങൾ കൃത്യമായും ഇവിടെ ചോദ്യം വായിച്ചതിന് ശേഷം തെറ്റാണോ ശരിയാണോ ചോദിച്ചിട്ടുള്ളതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ചാടിക്കേറി ഒരിക്കലും ഉത്തരത്തിലേക്ക് പോവരുത്. ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവനയായിരിക്കും, നിങ്ങൾ വായിച്ചെടുക്കുന്നത് ശരിയായ പ്രസ്താവനയായിരിക്കും. എന്നിട്ട് ഓപ്ഷനിൽ പോയി ശരിയായ പ്രസ്താവന ചിലപ്പോൾ ഓപ്ഷൻ എയിൽ ഉണ്ടാവും. അത് നിങ്ങൾ എഴുതാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ തെറ്റായത് എന്നുള്ള ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്തതിന് ശേഷം കൃത്യമായി ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചു നോക്കണം. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ആരോഹണ സഞ്ചിതാവൃത്തി വക്രം എന്താണത്? ലെസ് ദാൻ ഒജീവ്സ് അല്ലേ. നമുക്ക് ഡയഗ്രംസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അതിനകത്ത് വരുന്നതാണ് ഈ ഒജീവ് എന്ന് പറയുന്നത്. ആവൃത്തി വക്രം എന്ന് പറയും, സഞ്ചിതാവൃത്തി വക്രം എന്നൊക്കെ അറിയപ്പെടും. ലെസ് ദാൻ ഒജീവും അവരോഹണ സഞ്ചിതാവൃത്തി വക്രം ഗ്രേറ്റർ ദാൻ ഒജീവും കൂട്ടിമുട്ടുന്ന ബിന്ദു വിലകളുടെ മധ്യാങ്കം ആയിരിക്കും. ആണോ? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കുവാണെങ്കിൽ അല്ലേ, നമ്മൾ സഞ്ചിതാവൃത്തി വക്രം വരയ്ക്കുമ്പോൾ ഇതാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറയും. ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്താണെന്ന് മധ്യാങ്കം പഠിക്കുന്ന സമയത്ത്, മീഡിയൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയായി നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ആരോഹണ സഞ്ചിതാവൃത്തി വക്രവും അവരോഹണ സഞ്ചിതാവൃത്തി വക്രവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു ആര് തന്നെയാണ്? മധ്യാങ്കം അഥവാ മീഡിയൻ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഹിസ്റ്റോഗ്രാമിൽ ഉള്ള ലംബമായ ബാറുകൾ ആവൃത്തിക്ക് ആനുപാതികമായിരിക്കും. അതെ, നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഈ ലംബമായിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നത് എന്താ? ഇവിടെ y ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് അടയാളപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലംബമായിട്ടുള്ള ഉയരം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആവൃത്തിക്ക് ആനുപാതികമായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. പൈ ഡയഗ്രത്തിലെ ഓരോ വൃത്താംശത്തിൻ്റെയും വിസ്തീർണം വിവിധ ഇനങ്ങളുടെ അളവിന് ആനുപാതികമായിരിക്കും. അതായത് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുമ്പം ഇപ്പം ഒരു ഫാമിലിയിൽ അവർ ഓരോ മാസവും അല്ലേ എഡ്യൂക്കേഷന് വേണ്ടി എത്ര മാറ്റിവെക്കുന്നു, അവരുടെ വീട്ടു ചെലവിന് വേണ്ടി എത്ര മാറ്റിവെക്കുന്നു എന്നുള്ള വിവരങ്ങളായിരിക്കും ടേബിളിൽ തന്നിട്ടുണ്ടാവുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ വൃത്താംശത്തിലേക്ക് മാറ്റിയിട്ടാണ് പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ?
പൈ ഡയഗ്രത്തിലെ ഓരോ വൃത്താംശം അല്ലെ, ഓരോ വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഓരോ സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഓരോ വൃത്താംശത്തിന്റെയും വിസ്തീർണം അത് ആ ഇനത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗം ചിലപ്പോൾ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു കുറച്ച് ഭാഗം വേറൊരു കളർ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവർ ഏതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ചെലവ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ സിയും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇനി ഓപ്ഷൻ ഡിയിലേക്ക് പോകാം. ഹിസ്റ്റോഗ്രാമിലെ ബാറിന്റെ മുകൾ ഭാഗത്തിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചാൽ സഞ്ചിതാവൃത്തി വക്രം ലഭിക്കും. എന്താണ് ആ പറയുന്നത്? നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാറുണ്ട് അല്ലേ? നമ്മൾ ആവർത്തിക്കും, എക്സ് വാല്യൂസിനും അല്ലെ, എക്സ് ആക്സിസിൽ എക്സ് വാല്യൂവും കൊടുക്കും, വൈ ആക്സിസിൽ ആവൃത്തിയും കൊടുത്ത് നമ്മൾ എന്ത് വരയ്ക്കും? ഹിസ്റ്റോഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ ഹിസ്റ്റോഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മധ്യബിന്ദു അല്ലേ, ഇതിൻ്റെ മധ്യബിന്ദു ഇങ്ങനെ അടയാളപ്പെടുത്തും. മധ്യബിന്ദു അടയാളപ്പെടുത്തി ഇതിനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് എന്താന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ പേര് സഞ്ചിതാവൃത്തി വക്രം എന്നാണോ? ഇതായിരുന്നു എന്ത്? സഞ്ചിതാവൃത്തി വക്രം അല്ലേ? ഇതുപോലെ ബാർ ഡയഗ്രം വരച്ച് അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്നതിനെ നമ്മൾ ആവൃത്തി ബഹുഭുജം എന്നാണ് പറയുന്നത്. എന്താണ്? ആവൃത്തി ബഹുഭുജം. ആവൃത്തി ബഹുഭുജമാണ് ഇത്തരം ഡയഗ്രാംസിന്റെ പേര്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് അങ്ങനെ വരയ്ക്കുന്നതിന്റെ പേര് സഞ്ചിതാവൃത്തി വക്രം എന്നാണ് അവർ പറയുന്നത്. അതപ്പോൾ എന്താണ്? ഇതൊരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളോട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഓരോ പ്രോപ്പർട്ടീസും വളരെ കീനായി ഒബ്സർവ് ചെയ്ത് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തിയറിയാണ്, ഞാനൊരു മാത്സ് HSC എഴുതുന്ന ആളാണ്, ഈ തിയറി ഒന്നും ഞാൻ പഠിക്കരുത് എന്നൊന്നുമില്ല. തിയറിയും നന്നായിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഒരു ഡാറ്റയിലെ എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് ഗുണിച്ചാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാനക വ്യതിയാനം ഇരട്ടിയാകും. എന്താണ് മാനക വ്യതിയാനം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ. അത് ഇരട്ടിയാകുന്ന പറയുന്നേ. വ്യതിയാന ഗുണാങ്കം എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, അത് ഇരട്ടിയാകുന്നു പറയുന്നു. മാനക വ്യതിയാനം പകുതിയാകും, അതായത് സിഗ്മ പകുതിയാവുമെന്ന് പറയുന്നു. പിന്നെ വ്യതിയാന ഗുണാങ്കം പകുതിയാകും, വ്യതിയാന ഗുണാങ്കം പകുതിയാവും. ഇത്രയാണ് ഇവിടെ പറയുന്നത്. വ്യതിയാന ഗുണാങ്കം ഇരട്ടിയാകും, പിന്നെ അടുത്തത് പറയുന്നു വ്യതിയാന ഗുണാങ്കം പകുതിയാവുന്നു. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനെ നമ്മളൊരു 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെങ്ങനെയാവും? 2x1 2x2 എക്സെട്ര 2xn എന്നാവും അല്ലേ? ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു ഒബ്സർവേഷൻ്റെ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഡാറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത് x ബാർ ആണെങ്കിൽ ഒരു 2 കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 2x ബാർ ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ മാനക വ്യതിയാനം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണെങ്കിൽ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒബ്സർവേഷൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? 2 സിഗ്മയായിരിക്കും. എന്നാൽ വ്യതിയാനം മാത്രം 4 ആവും, ഇൻറ്റു 4 ആവും. വേരിയൻസ് മാത്രം ഇതിൻ്റെ വേരിയൻസ് എന്താണോ v ആണെങ്കിൽ ഇതിൻ്റെ 4v ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി അറിയുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, സിഗ്മയാണ് മാനക വ്യതിയാനം. സിഗ്മ എന്നുള്ളത് 2 സിഗ്മയായി മാറുന്നു. സോ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? മാനക വ്യതിയാനം ഇരട്ടിയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ P ഓഫ് A എന്ന് പറയുന്നത് 0.23 തന്നിട്ടുണ്ട്. അതുപോലെ P ഓഫ് B എന്ന് പറയുന്നത് 0.4, P ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത്
0.19. ഇത്രയും വാല്യൂസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് നിന്ന് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കൂ, എയും ബിയും തുല്യ സാധ്യതയുള്ള ഇവന്റുകളാണ്. തുല്യ സാധ്യത അവിടെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഈക്വലി ലൈക്ലി. അടുത്തത് പറയുന്നത് എയും ബിയും സ്വതന്ത്ര ഇവന്റുകളാണ്. സ്വതന്ത്ര ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ. അതുപോലെ എയും ബിയും ആശ്രിത ഇവന്റുകളാണ്. ആശ്രിതം എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റ് ആണ്. എയും ബിയും പരസ്പര കേവല ഇവന്റുകളാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകളാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവന? ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 4ഉം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം, അല്ലെ? ഇവിടെ നോക്കിയേ, എയും ബിയും തുല്യ സാധ്യത അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ഇവന്റുകളാണ് എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എന്താണ്? എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റിയും ബി എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റിയും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കിങ്ങനെ പറയാം, ഒരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആണ് എ എന്ന ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ആണ് ഇവന്റ് ബി എന്ന് പറയുന്നത്. എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത്? 1/2 അല്ലേ? ഹെഡും ടെയിലും വരും, അതിൽ ഹെഡ് കിട്ടുന്നത് 1, 1/2. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ എന്ന് പറയുന്നത് എന്താ? 1/2 തന്നെയാണ്. അവിടെ പി ഓഫ് എയും പി ഓഫ് ബിയും എന്താണ്? ഈക്വൽ ആണ്, 1/2 ആണ്, അല്ലേ? സോ അതുകൊണ്ട് അവിടെ അവർ രണ്ടുപേരും ഈക്വലി ലൈക്ലി ആണെന്ന് നമുക്ക് പറയാം. ഇനി എയും ബിയും സ്വതന്ത്ര ഇവന്റുകളാണ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാൻ കഴിയണം. അടുത്തത്, എയും ബിയും ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ അതെന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. അവിടെ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാനായിട്ട് സാധിക്കില്ല. അടുത്തത് പറയുന്നത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു നൾ സെറ്റ് ആയിരിക്കണം, എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻ ആരാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ ശരിയായിട്ട് വരിക. അപ്പം നമുക്ക് നോക്കാം, ആദ്യത്തേത് ഈക്വലി ലൈക്ലി അല്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. കാരണം പ്രോബബിലിറ്റി ഓഫ് എ 0.23യും പ്രോബബിലിറ്റി ഓഫ് ബി 0.4ഉം ആണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് നമുക്ക് അങ്ങ് കട്ട് ചെയ്യാം, അതല്ല ആൻസർ, അല്ലേ? ഈക്വൽ ആയാൽ മാത്രമാണ് ഈക്വലി ലൈക്ലി ആവുകയുള്ളൂ. സ്വതന്ത്ര ഇവന്റ് ആണോ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്ന് എങ്ങനെയാ നോക്കുക? P of A intersection B is equal to P of A into P of B ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, P of A intersection B 0.19 ആണ്, അല്ലേ? ഇവിടെ P of A 0.23 ആണ്, ഇവിടെ 0.4 ആണ്, അല്ലേ? ഇപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.092 ആണ്, അല്ലേ? 0.092 എന്ന് ഒരിക്കലും 0.19നോട് എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനും നമ്മുടെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തേത് നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തേത് എന്താ പറയുന്നത്? എയും ബിയും ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കണം. അങ്ങനെ തന്നെ ആയിരുന്നല്ലോ തൊട്ട് മുൻപേ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ, രണ്ടും നോട്ട് ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. അതവിടെ ഇരിക്കട്ടെ. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവും കൂടെ നമുക്കൊന്ന് നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? നൾ സെറ്റ് ആയിരിക്കണം. എടാ ഇവിടെ നോക്കുക, ഓൾറെഡി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.19 എന്ന് തന്നിട്ടില്ലേ? പിന്നെ അത് നൾ സെറ്റ് ആവുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ സി എടുക്കാം നമ്മുടെ ആൻസർ ആയിട്ട്. എയും ബിയും എന്താ? ആശ്രിത ഇവന്റുകളാണ്, ഡിപ്പെൻഡന്റ് ആണ് എന്ന്. ഓക്കെ അല്ലേ? അപ്പം നമ്മളിപ്പം 5 ചോദ്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത് കഴിഞ്ഞ HSA മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.